എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മഴക്കാല സംരക്ഷണമാണ്. മഴക്കാലത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡിനെ സംരക്ഷിക്കാം? മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചീച്ചിൽ. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ബൾബൊക്കെ ചീഞ്ഞു പോവുക, അതിലൊക്കെ ചെറിയ ചെറിയ ജീവികൾ വരിക. അതിലൊക്കെ കാരണം എന്താണ്? അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാമെന്ന് കരുതിയിട്ടുള്ളത്. ഒരു വർഷത്തിൽ എല്ലാ സമയത്തും ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാവുക ഏത് സമയത്താണെന്നറിയോ? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ മഴക്കാലം ആവുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഓർക്കിഡിന് അസുഖങ്ങളും വരുന്നത്. അസുഖങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ, അതാണ് ഒന്ന്. പിന്നെ വെള്ളം ഏറിയത് കൊണ്ട് ഉണ്ടാകുന്ന ലീഫുകൾ ഒരു ബ്ലൂ കളറിൽ വരും. പിന്നെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വയലറ്റ് ആ ഒരു ഷെയ്ഡിലായിട്ട് വരും. പിന്നെ അതുപോലെ വെള്ളം ഏറുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ ബഡ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് വരുന്ന ബഡുകൾ ചീഞ്ഞു പോവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് കണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അല്ലാത്തതാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ലീഫിനൊക്കെ ഒരു ക്ഷീണം പോലെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുവട് ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഒരു പൂപ്പൽ പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നല്ലതിൽ പ്ലാന്റ് നിൽക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത് കണ്ടോ, ഇത് റീപോർട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളൊരു പോട്ടാണ്. അപ്പോൾ ഇതിൽ ബൾബ് മുന്നേ ഉള്ള ബൾബുകളൊക്കെ ചീഞ്ഞ് അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ പുതിയ വന്ന തൈകൾക്കൊന്നും വളരാൻ അതിൽ പ്രയാസമാണ്. കാരണം പഴയ റൂട്ടുകളൊക്കെ അതിൽ തിങ്ങി നിറഞ്ഞതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്ത് തൈകളൊക്കെ ഒന്ന് മാറ്റി നടണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചീച്ചിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ കണ്ടോ, പഴയ ബൾബുണ്ട്, അതുപോലെ തന്നെ റൂട്ടുകളൊക്കെ ചീഞ്ഞ് ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ വീണ്ടും പ്ലാന്റിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിനൊക്കെ ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കണ്ടോ, ഒരു വെള്ള കുത്തുപോലെ, അത് നമ്മൾ ക്രമേണ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിലുള്ള എല്ലാ പ്ലാന്റുകളും നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഒരു കീടനാശിനി കൊടുക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് കണ്ടോ, പിന്നെ നമുക്ക് പുതുതായി അതിൽ വന്നിട്ടുള്ള തൈകൾക്ക് പുതിയ റൂട്ടുകൾ വരുന്നുണ്ട്. പഴയ റൂട്ടുകളൊക്കെ ഡെഡായി പോയിട്ടുണ്ട്, പുതിയ റൂട്ടുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയതിന് ശേഷം ഫംഗിസൈഡിൽ കുറച്ച് സമയം മുക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പുതിയ പോട്ടമിക്സിലേക്ക് ഇത് മാറ്റി നടുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ചെടിക്ക് വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാത്ത മാതിരി അത് പിന്നെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ബൾബിന് ചീച്ചിൽ വന്ന് പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ചെടിയുടെ ചുവട് ഭാഗം നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ മുറിഞ്ഞ് അങ്ങനെ പോകും. പ്ലാന്റിൻ്റെ ലീഫിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, തണ്ട് ഒടിഞ്ഞ് പോവുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് നന്നാവുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ മുന്നേ ഉണ്ടായിരുന്ന പ്ലാന്റ്, നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വയലറ്റില്ലേ, അതാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വൈകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടുവരുന്നില്ല. കോമൺ ആയിട്ട് കണ്ടുവരുന്ന നമ്മുടെ വയലറ്റിന് അത്ര പെട്ടെന്ന് ചീച്ചിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പുതുതായിട്ട് വരുന്ന, അതായത് ഇപ്പോൾ തായ്ലാൻഡ് വെറൈറ്റികളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പൺ സ്പേസിൽ അങ്ങനെ വെക്കാനായിട്ടൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ഒക്കെ മഴ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാമല്ലോ. ആ മഴയൊക്കെ കൊണ്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് തായ്ലാൻഡ് വെറൈറ്റികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിന് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഈ ബഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവുക. കരിഞ്ഞ പോലെ ഇങ്ങനെ
പോവുക, വിരിയാതെ ഇതായി പോവുക. അപ്പോൾ അതിന് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, കാരണം ഇപ്പോഴത്തെ ഒരു മഴ അത്രയും മഴയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് പോയാലും കുഴപ്പമില്ല, പുതിയ ബഡ് അതിൽ നിന്ന് വന്നോളും. ഈ മഴയൊക്കെ ഒന്ന് അവസാനിച്ച് കഴിയുമ്പോൾ പുതിയ ഇത് വന്നോളും. കുറഞ്ഞ രീതിയിൽ മഴയാകുമ്പോൾ പ്ലാന്റിന് നല്ലതുമാണ്, പിന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം സൺലൈറ്റും മഴയും കൂടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ബഡ് പുതിയതായിട്ട് വന്നും ചെയ്തോളും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ വെയിലൊക്കെ ഇറക്കുന്ന സമയത്ത് ഈ കേടായി പോയിട്ടുള്ള ബഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ചുവട് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. നമ്മൾ ഈ ലീഫൊക്കെ കരിഞ്ഞതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഒന്ന് ഉഷാറാക്കുക. ഒരുപാട് പേര് ഗ്രൗണ്ട് ഓർക്കിഡ് സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ദിവസം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ് കുറച്ച് കുറഞ്ഞപ്പോൾ നിർത്തി വെച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് കൂടി ഉണ്ട്, യെല്ലോ ഓർക്കിഡ്, പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഓർക്കിഡുകൾ കൂടി ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ സ്ക്രീനിലും നമ്പർ കൊടുക്കുക, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ബൈ.